Hi dears, welcome to Malayali's Talks. Hello dears, welcome back to my channel. Calicut University 4th semester BA BSc മലയാളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാനിത് നിങ്ങൾക്ക് എഴുതിയിട്ട്, അതായത് ആൻസർ കൂടി എഴുതണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈമിൻ്റെ ഒരു കുറവ് കൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്ററിനെ എടുക്കാം, ഭാഷയും ആശയവിനിമയവും. ഭാഷയും ആശയവിനിമയവും എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആശയവിനിമയ ഘടകങ്ങൾ. അതായത് ഉത്ഭവസ്ഥാനം, പ്രാപ്യസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഘടകങ്ങളുണ്ടല്ലോ. ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉത്ഭവസ്ഥാനം എന്നാൽ എന്ത്, അല്ലെങ്കിൽ പ്രാപ്യസ്ഥാനം എന്നാൽ എന്ത്, അല്ലെങ്കിൽ ആശയങ്ങൾ എത്തിച്ചേരുന്ന സ്ഥാനം ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ 2 മാർക്കിനാണ് കേട്ടോ കൂടുതലും ചോദിക്കുള്ളൂ. അതുപോലെ അംഗചലനങ്ങളിലൂടെ ആശയവിനിമയം നടത്തുന്ന പഠനം, അതിനെക്കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. അതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളത് പഠിക്കുമ്പോൾ പറഞ്ഞില്ലേ, പുക കാണുന്നിടത്ത് തീയുണ്ട്. അപ്പോൾ ഈ ആശയം ആശയവിനിമയമായിട്ട് കാണാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതൊന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ഒന്നും അതിൽ നിന്ന് അധികം ആരും പ്രതീക്ഷിക്കേണ്ട, അതിൽ നിന്ന് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ വരുന്നത് പത്രഭാഷയിലെ വൃഥാസ്ഥൂലത. വൃഥാസ്ഥൂലത ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു സെൻറ്റൻസ് വന്നിട്ട് അതിൽ വൃഥാസ്ഥൂലത മാറ്റിയിട്ട് എഴുതാനായിട്ട് പറയാറുണ്ട് സാധാരണയായിട്ട്. അതുപോലെ തന്നെ നിപാതങ്ങൾ എന്താണ്, സമുച്ചയങ്ങൾ, അതുപോലെ പൗനരുക്ത്യം, കർമ്മണി പ്രയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഓൾറെഡി. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ 2 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ വൃഥാസ്ഥൂലതയെ കുറിച്ചിട്ടുള്ള ലേഖകൻ്റെ അഭിപ്രായം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി 3rd ചാപ്റ്റർ തീറ്റയും ജനാധിപത്യവും ഭംഗിവാക്ക്. MN കാരശ്ശേരിയുടെ 2 ലേഖനങ്ങളാണ് ഇവ രണ്ടും. ഇതിൽ അന്നപാനീയങ്ങളിലെ ജനാധിപത്യ വിരുദ്ധത അടയാളപ്പെടുത്തുന്ന കഥയുണ്ടല്ലോ, ജന്മിയായ നമ്പൂരിശനും കാര്യസ്ഥൻ രാമനായരും കൂടിയിട്ട് കച്ചേരിയിലേക്ക് പോകുന്ന വഴിക്ക് പാലമുറിഞ്ഞ് തോട്ടിൽ വീണതുമായിട്ടുള്ളൊരു കഥ ഉണ്ടല്ലോ. ആ കഥ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. അതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് ഭക്ഷണത്തിൻ്റെ ജനാധിപത്യവൽക്കരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാം. കപടനാട്യം എന്നതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് ചോദിക്കാം. അതുപോലെ ഇരിപ്പിടത്തിലെ ആൺപെൺ ഐത്തത്തെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയുള്ള ചോദ്യങ്ങളാണ്. പിന്നെ വരുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള വിധി വിലക്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അടുത്ത ചാപ്റ്റർ ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം. ഇതിൽ നിന്ന് എന്തായാലും ഒരു എസ്സേ പ്രതീക്ഷിച്ചോളൂ. കോളേജ് ക്ലാസ്സുകളിലും സാഹിത്യം നിർബന്ധ പഠന വിഷയമാക്കണമെന്ന് വാദിക്കുന്നതിൻ്റെ യുക്തി എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തേക്കാൾ സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിക്കാം. അപ്പം ഇങ്ങനെ ഇതിൽ നിന്ന് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് 5 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ ആയിരിക്കും. അതുപോലെ വൈദ്യ മാനവിക ശാസ്ത്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മൊഡ്യൂളായിരുന്നു വിവർത്തനം. വിവർത്തനം എന്നാൽ എന്ത്, വിവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, 5 വിഭാഗങ്ങൾ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ചിലപ്പോൾ അതിൽ നിന്നും ഒരു 2 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദ്യങ്ങളുണ്ടാവും. അടുത്തായിട്ട് വരുന്നത് അപ്രാപ്യമായ വിധാനം, KP ശങ്കരൻ്റെ. അതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് R.E. ആഷറും കൂട്ടരും ചേർന്ന് വിവർത്തനം ചെയ്തിട്ടുള്ള ബഷീർ കൃതികൾ ഏതൊക്കെയാണ് എന്നത്. അതുപോലെ തന്നെ നമ്മുടെ നോവല് ഒരു വർണ്ണാശ്രമ ധർമ്മം പോലെ പാലിച്ചു പോരുന്ന പതിവ് എന്താണ്, തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്നും പ്രതീക്ഷിക്കാം. അടുത്ത ഒരു കവിതയാണ് വ്യാജ സൂചനകൾ എന്ന കവിത. റൂമിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വ്യാജ സൂചനകൾ എന്ന കവിതയിൽ നമുക്കറിയാം ആത്മീയ പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അധികവും വരുന്ന 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ സൂഫി കവിതകളുടെ പൊതു സ്വഭാവം എന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൽ നിന്നുള്ള എന്തെങ്കിലും വരികൾ തന്നിട്ട് എന്താണ് അർത്ഥാക്കുന്നത് എന്ന് ചോദിക്കാം. അടുത്ത പാഠഭാഗത്തിൻ്റെ പേര് എച്ചിൽ. ഓം പ്രകാശ് വാൽമീകിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ളത് ഓം പ്രകാശ് വാൽമീകിയുടെ ആത്മകഥയായിട്ടുള്ള ജൂഡൻ, അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ആരാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഫുൽസിംഗ് ത്യാഗി എന്ന കായിക അധ്യാപകൻ്റെ പ്രകൃതം എന്ത്, അതുപോലെ അത് മാപ്പില്ലാത്ത കുറ്റമാണ് അവരുടെ കണ്ണിൽ എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഓം പ്രകാശ് വാൽമീകി ബ്രിജ്പാൽ മാസ്റ്ററുടെ വീട്ടിലെത്തിയത് എന്തിനാണ്, പിന്നീട് എന്താണ് ഉണ്ടായത്. പിന്നെ കണക്കിലെ സംശയങ്ങൾ തീർക്കാനായി ബ്രിജ്പാൽ മാസ്റ്ററുടെ വീട്ടിലെത്തിയ ഓം പ്രകാശ് വാൽമീകിക്കുണ്ടായ അനുഭവം എന്താണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ 2 മാർക്കിന് പ്രതീക്ഷിച്ചോളൂ. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു എസ്സേ ചോദിക്കാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ 5 മാർക്കിനും ചോദിക്കാം കേട്ടോ. അത്തരത്തിലുള്ള ഒരു പാഠഭാഗമാണിത്. ഓക്കെ, അടുത്ത പാഠഭാഗം അറിവിൻ്റെ ഫലങ്ങളാണ്. അറിവിൻ്റെ ഫലങ്ങളിൽ എന്താണ് യഹോവയായ ദൈവം കൽപ്പിച്ചത്, മനുഷ്യരോട് കൽപ്പിച്ചത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് മനുഷ്യൻ യഹോവയായ ദൈവത്തെ ധിക്കരിക്കാൻ കാരണം എന്താണ്. പിന്നെ ആദം നബി ഉൽപാദകനായി 2 തരത്തിൽ, അതെങ്ങനെയാണെന്ന് വിശദമാക്കുക, അതൊക്കെ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ ആദമിൻ്റെയും ഹവയുടെയും ഐതിഹ്യം സാമൂഹ്യ പ്രാധാന്യമുള്ളതാണെന്ന് വിശദീകരിക്കാൻ അങ്ങനെ പറയാറുണ്ട്. പിന്നെ അതേപോലെ ഇതിൽ നിന്ന് വരുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ധിക്കരിച്ചതിലൂടെ സ്വർഗത്തിലെ ഏകശാസന ക്രമത്തിൽ നിന്ന് ആദവും ഹവയും സ്വതന്ത്രരായി വിലയിരുത്തുക, അങ്ങനെയായിരിക്കും ചോദിക്കുക എസ്സേ ആയിട്ട്. അടുത്ത ഒരു പാഠഭാഗം വ്യക്തിനാമ പഠനങ്ങളാണ്. ഡോക്ടർ എം.വി. വിഷ്ണു നമ്പൂതിരിയാണിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വ്യക്തിനാമങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞി എന്ന പേര് വരുന്ന പദങ്ങൾ എഴുതുക, അങ്ങനെയൊക്കെ ആയിരിക്കും അധികം ചോദിക്കാറുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇസ്ലാം മത വിശ്വാസമുള്ള പേരുകളുടെ സവിശേഷത, ക്രിസ്തു മത വിശ്വാസത്തിലുള്ള സവിശേഷത എന്താണ്, അതുപോലെ തന്നെ നാമകരണം പാരമ്പര്യ സൂചകമാകുന്നത് എങ്ങനെയാണ്, പുഷ്പലതാദികളുമായി ബന്ധപ്പെട്ട പേരുകൾ എന്തൊക്കെ, ഇതൊക്കെ നമുക്ക് എളുപ്പമാണല്ലോ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് ഈ ഒരു വ്യക്തിനാമ പഠനങ്ങൾ. അടുത്ത പാഠഭാഗം മനുഷ്യരെല്ലാം സോദരർ എന്ന പാഠഭാഗമാണ് പ്രൊഫസർ എം കെ സാനു എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാഠഭാഗത്തു നിന്നും എസ്സേ ചോദിക്കാം. മനുഷ്യരെല്ലാം സഹോദരരാണെന്ന് ശ്രീനാരായണ ഗുരു തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു, അതിനെക്കുറിച്ച് വിലയിരുത്താനായിട്ട് പറയാം. അതുപോലെ തന്നെ സ്വാമിജി എങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അടുത്തത് നമ്മുടെ നോവലാണ് അനുഭവങ്ങൾ എന്ന നോവൽ. ഈ നോവലിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു എസ്സേ ഉറപ്പായിട്ടുണ്ടാവും. എസ്സേ മാത്രമല്ല 5 മാർക്കിന് 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാഠഭാഗമാണ് അനുഭവങ്ങൾ. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ എന്തായാലും ആ ഒരു പാഠഭാഗം നന്നായി മനസ്സിലാക്കി വെച്ചോളൂ. അതിലെ കഥാപാത്രങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എല്ലാം മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാം. നന്നായിട്ട് എല്ലാ കഥകളും മനസ്സിലാക്കി വെക്കുക. ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ മറക്കരുത്. എസ്സേ ആദ്യം എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതോടുകൂടി നമ്മുടെ മലയാളം അവസാനിക്കുകയാണ്. ഇത് ലാസ്റ്റ് ക്ലാസ് ആണ് എന്ന് വെച്ച് ആരും അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം യൂണിവേഴ്സിറ്റി വിവരങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയാനൊക്കെ ഉപകരിക്കും. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ പുതിയ അനിയന്മാരും അനിയത്തിമാരൊക്കെ വരുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കണേ നമ്മുടെ ഈ ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.